ഫ്രണ്ട്സ്, ഫസ്റ്റത്തെ ഈ സ്ലൈഡ് ഒന്ന് നോക്കിക്കേ. ഈ കുട്ടി ചിന്തിക്കുന്ന പോലെ നമ്മളും ചിന്തിച്ചിട്ടുണ്ടല്ലേ? എന്തെങ്കിലും വർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊജക്റ്റ് അസൈൻമെൻ്റ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ചെയ്ത വർക്ക് ശരിയാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വേണമെന്നൊക്കെ നമ്മളും ചിന്തിക്കാറുണ്ട്. അപ്പോൾ അതിനുവേണ്ടി സഹായിക്കുന്ന ഒരു അസസ്മെൻറ്റ് ടൂളാണ് റുബ്രിക്സ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റുബ്രിക്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ റുബ്രിക്സിൻ്റെ മീനിങ് ആദ്യം നോക്കാം. ഇപ്പോൾ സ്റ്റുഡൻസിലെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സ്കോറിംഗ് ഗൈഡാണ് റുബ്രിക്സ്. അതൊരു ടേബിൾ ഫോർമാറ്റിലായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ ഒരു പെർഫോമൻസ് റേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ ക്രൈറ്റീരിയ യൂസ് ചെയ്യും. അപ്പോൾ ആ ക്രൈറ്റീരിയ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ക്രൈറ്റീരിയ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളൊരു ടേബിൾ ഫോർമാറ്റാണ് റുബ്രിക്സ്. ഇപ്പോൾ ടീച്ചേഴ്സിനും അതേപോലെ തന്നെ സ്റ്റുഡൻസിനും ഒരുപോലെ യൂസ് ചെയ്യാവുന്നതാണ് റുബ്രിക്സ്. ഇപ്പോൾ ടീച്ചേഴ്സൊക്കെ ആണെങ്കിൽ ഒരു കുട്ടിയുടെ വർക്ക് ചെയ്തത് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്റ്റുഡൻസൊക്കെ ആണെങ്കിൽ അവരുടെ വർക്ക് നല്ല രീതിയിൽ എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യാം എന്നതിന് വേണ്ടിയിട്ട് റുബ്രിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അസൈൻമെൻറ്റ്, പ്രൊജക്റ്റ്, പ്രസൻറ്റേഷൻസ്, സ്കിൽ പെർഫോമൻസ് തുടങ്ങിയവയൊക്കെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് റുബ്രിക്സ് യൂസ് ചെയ്ത് വരുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് ഓഫ് റുബ്രിക്സ് ആണ്. അപ്പോൾ ഒരു സ്റ്റുഡൻസിന് ഒരു ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ളൊരു ഫീഡ്ബാക്ക് ഈ റുബ്രിക്സിൽ നിന്നും കിട്ടുന്നുണ്ട്. ഇനി സ്കോറിങ്ങിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ സ്കോറിങ് വളരെയധികം അക്യുറേറ്റ് ആയിരിക്കും, അതേപോലെ തന്നെ കൺസിസ്റ്റൻ്റ് ആയിരിക്കും. യാതൊരു തരത്തിലുള്ള പാർഷ്യാലിറ്റിയും സ്കോറിങ്ങിൽ ഉണ്ടാവുന്നതായിരിക്കില്ല. ഇനി നെക്സ്റ്റ്, ഇപ്പോൾ ഒരു സ്റ്റുഡൻസിന് ഒരു പെർഫോമൻസ് അച്ചീവ് ചെയ്യണം. അപ്പോൾ അതിനൊരു പെർട്ടിക്കുലർ ടാർഗറ്റ് അല്ലെങ്കിൽ ആ ഒരു ലെവൽ ഉണ്ടാവും. അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കാൻ സ്റ്റുഡൻസിന് നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആര്? റുബ്രിക്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ടീച്ചേഴ്സിനാണെങ്കിൽ സ്റ്റുഡൻസിനെ അസസ് ചെയ്യാനും ടീച്ച് ചെയ്യാനും റുബ്രിക്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ടൈപ്സ് ഓഫ് റുബ്രിക്സ് ആണ്. 4 ടൈപ്സ് ആണ് ഉള്ളത്. ഒന്ന് ഹോളിസ്റ്റിക്, അനലിറ്റിക്, ജനറൽ, ടാസ്ക് സ്പെസിഫിക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ 4 ടൈപ്സ് ആണ് റുബ്രിക്സ് ഉള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഹോളിസ്റ്റിക് റുബ്രിക്സ്. ഹോളിസ്റ്റിക് റുബ്രിക്സ് എന്ന് പറയുമ്പോൾ ഒരു കുട്ടി ഒരു ടാസ്ക് അല്ലെങ്കിൽ ഒരു വർക്ക് അച്ചീവ് ചെയ്തു. അപ്പോൾ അതിൻ്റെ മൊത്തത്തിൽ ഒരു ഓവറോൾ ഇംപ്രഷൻസ് ബേസ് ചെയ്തിട്ട് കൊടുക്കുന്ന ഒരു സിംഗിൾ സ്കോറാണ് ഹോളിസ്റ്റിക് റുബ്രിക്സ് എന്ന് പറയുന്നത്. അതിനുള്ള എക്സാമ്പിളാണ് കോഴ്സ് ഗ്രേഡ്സ്. ഇനി ഹോളിസ്റ്റിക് റുബ്രിക്സിൻ്റെ മെറിറ്റ്സ് നോക്കുകയാണെങ്കിൽ നമ്മുടെ അനലിറ്റിക് റുബ്രിക്സ് വെച്ച് നോക്കുമ്പോൾ ഇവിടെ സ്കോറിങ് കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് നടക്കും. അതുപോലെ തന്നെ ഗുഡ് ഫോർ സമ്മേറ്റീവ് അസസ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ സ്റ്റുഡൻസിന് നല്ലൊരു ഓവർവ്യൂ ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഹോളിസ്റ്റിക് റുബ്രിക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വൺ അനലിറ്റിക് റുബ്രിക്സ് ആണ്. അനലിറ്റിക് റുബ്രിക്സ് എന്ന് പറയുമ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു ഫീഡ്ബാക്ക് ആയിരിക്കും അവിടെ കിട്ടുന്നുണ്ടാവുക. അതായത് ഹോളിസ്റ്റിക് റുബ്രിക്സിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അനലിറ്റിക് റുബ്രിക്സ്. അതായത് ഇവിടെ ഓരോ ക്രൈറ്റീരിയയ്ക്കും സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ഇവാലുവേഷൻ അല്ലെങ്കിൽ സ്കോറിങ് എന്ത് ചെയ്യുന്നുണ്ട്? നടക്കുന്നുണ്ട്. അതാണ് അനലിറ്റിക് റുബ്രിക്സിൽ കാണുന്നത്. ഇനി അനലിറ്റിക് റുബ്രിക്സിനുള്ളൊരു എക്സാമ്പിളാണ് ഇപ്പോൾ ഒരു കുട്ടിയുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അസസ് ചെയ്യുക എന്നത്. ഇപ്പോൾ അതിൽ നോക്കിക്കഴിയുമ്പോൾ കുട്ടിയുടെ ലാംഗ്വേജിൻ്റെ ഫ്ലുവൻസി നോക്കും, ക്ലാരിറ്റി നോക്കും, സ്പീഡ് നോക്കും, ഗ്രാമർ യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോക്കും. അപ്പോൾ ഈ ഓരോ ക്രൈറ്റീരിയയ്ക്കും സെപ്പറേറ്റ് സ്കോർ അല്ലെങ്കിൽ ഉള്ളതായിരിക്കും. അതാണ് ഈ അസസ്മെൻറ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അനലിറ്റിക് റുബ്രിക്സിനൊരു എക്സാമ്പിളായിട്ട് വരുന്നത്. ഇനി അനലിറ്റിക്കൽ റുബ്രിക്സിൻ്റെ മെറിറ്റ്സ് നോക്കുകയാണെങ്കിൽ ടീച്ചേഴ്സിനൊരു ഡയഗ്നോസ്റ്റിക് ഇൻഫർമേഷനാണ് കിട്ടുന്നത്. കുട്ടികൾക്കാണെങ്കിൽ ഒരു ഫോമാറ്റിക് ഫീഡ്ബാക്കും ലഭിക്കുന്നുണ്ട്. പിന്നെ വേറെ ഹോളിസ്റ്റിക് റുബ്രിക്സ് വെച്ച് നോക്കുമ്പോൾ സ്കോറിങ് കുറച്ചും കൂടി കൺസിസ്റ്റൻ്റ് കൂടിയതായിരിക്കും ഈ അനലിറ്റിക് റുബ്രിക്സിൽ വരുന്നത്. അടുത്തത് ജനറൽ റുബ്രിക്സ് ആണ്. ഇപ്പോൾ ജനറൽ ആയിട്ടുള്ള ടാസ്കിലൊക്കെ വരുന്ന ക്രൈറ്റീരിയ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ളതായിരിക്കും, അല്ലെങ്കിൽ ജനറൽ ടാസ്കിലേക്ക് വേണ്ടിയിട്ടുള്ള ക്രൈറ്റീരിയ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള റുബ്രിക്സ് ആണ് ജനറൽ റുബ്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ളൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഒരു ചാർട്ട് വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ ഒരു മോഡൽ വർക്ക്ഷോപ്പൊക്കെ നമ്മൾ അസസ് ചെയ്യുന്നത് ജനറൽ റുബ്രിക്സിനുള്ള എക്സാമ്പിളാണ്. ഇപ്പോൾ നമ്മുടെ BEd കരിക്കുലത്തിൻ്റെ ഒരു ഭാഗമാണ് വർക്ക്ഷോപ്പ്. ഇപ്പോൾ ഒരു ചാർട്ട് വർക്ക്ഷോപ്പ് ചെയ്യണമെങ്കിൽ അവിടെ കുറേ ക്രൈറ്റീരിയ വരുന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ പ്രിപ്പറേഷൻ, നീറ്റ്നെസ്, അപ്രോപ്രിയേറ്റ് കണ്ടൻറ്റ്, ടൈംലി കംപ്ലീഷൻ. അപ്പോൾ ഇത്രയും ക്രൈറ്റീരിയ ഇവിടെ നോക്കും ഒരു ചാർട്ട് വർക്ക്ഷോപ്പ് അസസ് ചെയ്യുന്നതിൽ നോക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരമുള്ളത് ഇതെന്ന് പറയുന്നത് ജനറൽ റുബ്രിക്സിനുള്ളൊരു എക്സാമ്പിളാണ്.
ഇനി ജനറൽ റുബ്രിക്സിൻ്റെ മെറിറ്റ്സ് നോക്കുകയാണെങ്കിൽ കുട്ടിക്ക് തന്നെ സ്വയം ഇവാലുവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പം ഞാനൊരു ചാർട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ എൻ്റെ വർക്ക് ഉണ്ട് എന്ന് എനിക്ക് തന്നെ എന്തായിരിക്കും നോക്കാനായിട്ട് പറ്റും. അപ്പോൾ അതൊരു മെറിറ്റ്സാണ്. അതേപോലെ തന്നെ ഈ ഒരു ജനറൽ റുബ്രിക്സ് വെച്ചിട്ട് വേറെയും ടാസ്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഇനി ലാസ്റ്റ് ടൈപ്പാണ് ടാസ്ക് സ്പെസിഫിക് റുബ്രിക്സ് എന്ന് പറയുന്നത്. ആ പേര് പോലെ തന്നെ ഒരു പെർട്ടിക്കുലർ ടാസ്ക് അല്ലെങ്കിൽ ഒരു അസൈൻമെൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും ടാസ്ക് സ്പെസിഫിക് റുബ്രിക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മുടെ മൈക്രോ ടീച്ചിങ് സ്കിൽസ് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ്. ബി എഡിൽ വരുന്ന വേറൊരു ഭാഗമാണ് മൈക്രോ ടീച്ചിങ്. അപ്പോൾ നമ്മൾ പലതരത്തിലുള്ള മൈക്രോ ടീച്ചിങ് സ്കിൽസ് പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ യൂസിങ് ബ്ലാക്ക് ബോർഡ്, അതേപോലെ തന്നെ ഇത് സ്റ്റിമുലസ് വേരിയേഷനിൽ ഉപയോഗിക്കുന്ന സ്കിൽസ്, ഒരു ലെസൺ ഇൻട്രൊഡ്യൂസിങ് ചെയ്യുന്ന ഉപയോഗിക്കുന്ന സ്കിൽസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ സ്കിൽസ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നത് ഈ ടാസ്ക് സ്പെസിഫിക് റുബ്രിക്സിൽ വരുന്ന ഒരു എക്സാമ്പിളാണ്. ഈ ടാസ്ക് സ്പെസിഫിക് റുബ്രിക്സിൻ്റെ മെറിറ്റ്സ് എന്ന് പറഞ്ഞു വെച്ചാൽ കുറച്ചും കൂടി റിലയബിളാണ്. അതേപോലെ തന്നെ ഒരു സ്പെസിഫിക് ടാസ്ക് അല്ലെങ്കിൽ അസൈൻമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ഗൈഡൻസ് എവിടെ നിന്നും കിട്ടുന്നുണ്ട്, നമുക്ക് ഈ ഒരു റുബ്രിക്സിൽ നിന്നും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് 4 ടൈപ്പ് ഓഫ് റുബ്രിക്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഒരു റുബ്രിക് എങ്ങനെ കൺസ്ട്രക്റ്റ് ചെയ്യാം, അതിന് 4 സ്റ്റെപ്പാണ് വരുന്നത്. ഫസ്റ്റത്തെ സ്റ്റെപ്പ് ആ സ്റ്റുഡൻസിൻ്റെ വർക്ക്സിൽ കുറേ ഇപ്പോൾ എന്തൊരു വർക്ക് ആയിക്കോട്ടെ ആ വർക്കിന് കുറേ എസെൻഷ്യൽ ആയിട്ടുള്ളൊരു എലമെൻറ്റ്സ് അല്ലെങ്കിൽ ക്രൈറ്റീരിയ ഉണ്ട്. അപ്പോൾ അതെന്താണെന്ന് ആദ്യം ഡിസൈഡ് ചെയ്യാം. അതിനുശേഷം ഒരു ലെവൽ ഓഫ് അച്ചീവ്മെൻറ്റ് ഉണ്ട്, അത് നമ്മൾ ഡിസൈഡ് ചെയ്യണം. അത് കഴിഞ്ഞ് 3rd സ്റ്റെപ്പായിട്ട് വരുന്നത് ഈ ഓരോ അച്ചീവ്മെൻറ്റ് ലെവലിലും വരുന്ന പെർഫോമൻസ് ഡിസ്ക്രൈബ് ചെയ്യണം, ക്ലിയർ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യണം ഓരോ അച്ചീവ്മെൻറ്റ് ലെവലിലും വരുന്ന പെർഫോമൻസ്. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അഡീഷണൽ ആയിട്ടുള്ള കമൻറ്റോ അല്ലെങ്കിൽ ഫൈനൽ ഗ്രേഡും കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തിടണം, ഒരു സ്പേസ് പ്രൊവൈഡ് ചെയ്യണം. ഇനി അടുത്തത് ഇപ്പോൾ ഒരു ഓൺലൈൻ ഡിസ്കഷനിൽ ഉപയോഗിക്കുന്ന റുബ്രിക്സിനുള്ള എക്സാമ്പിളാണ് ഈ സ്ലൈഡിൽ കാണുന്നത്. ഇനിയിപ്പോൾ ഒരു കോയിനിൽ 2 വശം ഉണ്ടാവും അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ റുബ്രിക്സിന് എന്താ 2 വശമുണ്ട്, അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പോൾ റുബ്രിക്സിലെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. ഇപ്പോൾ ഡാറ്റ അനാലിസിസ് ഈസി ആയിരിക്കും, ഗ്രേഡിങ് കൺസിസ്റ്റൻസി ഉണ്ടാവും, അതേപോലെ തന്നെ ഗ്രേഡിങ്ങിന് കൊടുക്കുന്ന ടൈം എന്ന് പറയുന്നത് സ്പെൻഡ് ചെയ്യുന്നത് മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ അൺസർട്ടനിറ്റി റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നത് കൊണ്ട് തന്നെ അൺസർട്ടനിറ്റി റെഡ്യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ സ്റ്റുഡൻസിന് എന്തെങ്കിലും റിക്വയർമെൻറ്റ്സും കാര്യങ്ങളും അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റും ഉണ്ടെങ്കിൽ അത് ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇൻസ്ട്രക്ടേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അസസ്മെൻറ്റിൽ ക്ലാരിറ്റി ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവും ഡാറ്റ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഏതെങ്കിലും പ്രത്യേകിച്ച് ഒരു ഏരിയയിൽ പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് റുബ്രിക്സിൻ്റെ അഡ്വാൻറ്റേജസിൽ വരുന്നത്. ഇനി അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ ഒരു റുബ്രിക്സ് ഡെവലപ്മെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു വെച്ചാൽ അത് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. അതുപോലെ തന്നെ അധികം ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഇപ്പോൾ റുബ്രിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ക്രൈറ്റീരിയ ഭയങ്കര കോംപ്ലക്സ് ആണെങ്കിൽ അത് സക്സസ് ആവുക എന്ന കേസ് അല്ലെങ്കിൽ ചാൻസ് എന്ന് പറയുന്നത് വളരെയധികം കുറവായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്. താങ്ക് യു.